Next we have chapter 6 complex integration. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫംഗ്ഷൻ ഓഫ് റിയൽ വേരിയബിളിൻ്റെ ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ അതിൽ നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതേ ഒരു കേസിൻ്റെ എക്സ്റ്റൻഷനാണ് കോംപ്ലക്സ് ഫങ്ഷൻസിൽ കോംപ്ലക്സ് ലൈൻ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ കോണ്ടൂർ ഇൻ്റഗ്രൽ. അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ നോക്കാം. Consider the integral of a complex valued function f of a complex variable z along a given contour c extending from a point z equal to z1 to a point z equal to z2 in the complex plane. They are known as contour integrals or complex line integrals. This is usually written as integral over c f of z dz, and its value depends in general on the contour c as well as on the function f. അതായത് കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് ഈ ഇൻ്റഗ്രേഷൻ ചെയ്യണ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? Z1 Z2 രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സാണ്. Z1 നിന്ന് Z2വിലേക്കുള്ള ഒരു കോണ്ടൂറാണ് നമ്മുടെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സി വരുന്നത്. അതേമാതിരി ഇവിടെ ഇൻ്റഗ്രാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ ഓഫ് കോംപ്ലക്സ് വേരിയബിളാണ്. അതാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. ദെൻ ഈ ഒരു ഇൻ്റഗ്രേഷൻ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ നമ്മൾ എടുക്കണ സി എന്നുള്ള കോണ്ടൂറിനെയും എഫ് എന്നുള്ള ഫംഗ്ഷനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വരിക. ഈ നെക്സ്റ്റ് കോണ്ടൂർ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യണ ഫോർമുലയാണ് വരുന്നത്. അതായത് അപ്പോൾ സി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഒരു കോണ്ടൂറാണ്. അപ്പോൾ സി എന്നുള്ള കർവിൻ്റെ ഇക്വേഷൻ സപ്പോസ് സി എന്നുള്ള കർവിൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നേക്കണേ. സപ്പോസ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഓഫ് ടി. അപ്പോൾ കോണ്ടൂർ എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് പ്ലെയിനിലാണ്. അപ്പോൾ അതിന് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി റെപ്രസെൻറ്റ്സ് എ കോണ്ടൂർ സി എക്സ്റ്റെൻഡിങ് ഫ്രം എ പോയിൻറ്റ് Z1 ടു എ പോയിൻറ്റ് Z2. അപ്പം നമ്മളിവിടെ ഈ ഇൻ്റർവെൽ ടി എന്നുള്ളത് വാരിയിങ് ആണ് എ ടു ബി. അപ്പോൾ ഈ Z1 എന്നുള്ള പോയിൻ്റ് സെഡ് ഓഫ് എ ആണ്. Z2 എന്നുള്ള പോയിൻ്റ് എന്താണ്? സെഡ് ഓഫ് ബി ആണ്. എക്സ്റ്റെൻഡിങ് ഫ്രം എ പോയിൻറ്റ് Z1 ഈക്വൽ ടു സെഡ് ഓഫ് എ ടു എ പോയിൻറ്റ് Z2 ഈക്വൽ ടു സെഡ് ഓഫ് ബി. ദെൻ ലെറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ബി കണ്ടിന്യൂസ് ഓൺ സി. അതായത് എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ് ഓൺ ദ കോണ്ടൂർ സി. അപ്പോൾ ഈ സിയിലത്തെ പോയിൻറ്റ്സ് ആണ് സെഡ് ഓഫ് ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് സെഡ് ഓഫ് ടി piecewise continuous on the interval a less than or equal to t less than or equal to b എന്ന് പറയാം. Then we define the contour integral or complex line integral of f along c as integral over c f of z dz is equal to integral a to b f of z of t z dash t dt. ഇതാണ് കോണ്ടൂർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ സി എന്നുള്ള കോണ്ടൂറിൻ്റെ റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണം. ദെൻ ഇതിൽ ടിയുടെ റേഞ്ചാണ് എ ബി. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി. ഈ എയും ബിയും എന്താണ്? എയും ബിയും ആക്ച്വലി റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി വരും. ദെൻ എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഡി ടി. അപ്പോൾ ഇതൊരു ഒരു ഇൻ്റർവെല്ലിൽ റിയൽ ഇൻ്റഗ്രേഷൻ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ എളുപ്പമാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് ലൈൻ ഇൻ്റഗ്രൽസ്. നെക്സ്റ്റ് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് ലൈൻ ഇൻ്റഗ്രൽസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇഫ് സി ഡിനോട്ട് ദ കോണ്ടൂർ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എക്സ്റ്റെൻഡിങ് ഫ്രം സെഡ് ഈക്വൽ ടു Z1 ടു സെഡ് ഈസ് ഈക്വൽ ടു Z2. മൈനസ് സി ഡിനോട്ട്സ് ദ കോണ്ടൂർ കൺസിസ്റ്റിംഗ് ഓഫ് ദ സെയിം സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ബട്ട് വിത്ത് ദ ഓർഡർ റിവേഴ്സ്ഡ്, so that the new contour extends from the point Z2 to Z1. Then integral over minus c f of z dz is minus integral over c f of z dz. Then നമുക്കിവിടെ സി എന്നുള്ളൊരു കോണ്ടൂറാണ് ആദ്യം ഉള്ളത്. അത് Z1 നിന്ന് Z2വിലേക്കുള്ള കോണ്ടൂറാണ് സി. അതായത് ഡയറക്ഷൻ ഇങ്ങനെയാണ് വരിക. മൈനസ് സി എന്താണ്? ഈ ഓർഡർ റിവേഴ്സ് ചെയ്യുന്നത്. ഇത് Z2വിൽ നിന്ന് Z1ലേക്കുള്ളതാണ്. എന്ത്? ഈ ഡയറക്ഷൻ നേരെ തിരിഞ്ഞു വരും. Z2വിൽ നിന്ന് Z1ലേക്ക്. ഇതേ സെയിം സെറ്റ് ഓഫ് പോയിൻറ്റ്സ് തന്നെയാണ് മൈനസ് സിയിൽ ഉണ്ടാവുക. ദെൻ പ്രൂവ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. അപ്പോൾ നമുക്കറിയാം കോണ്ടൂർ ഇൻ്റഗ്രൽസിൻ്റെ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എങ്ങനെ എഴുതാം? അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? സി എന്നുള്ള കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി
എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പറഞ്ഞില്ലേ, ആ റെപ്രസെൻറ്റേഷനാണ് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് കോണ്ടൂർ. അപ്പം നമുക്ക് സി എന്നുള്ള കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എടുക്കുകയാണ്. ലെറ്റ് സെറ്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, വേർ സെറ്റ് ഓഫ് എ ഈക്വൽ ടു സെറ്റ് 1, സെറ്റ് ഓഫ് ബി ഈക്വൽ ടു സെറ്റ് 2. ഇതാണ് സി എന്നുള്ള കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മൈനസ് സി എന്നുള്ളതിൻ്റെ മൈനസ് സി എന്നുള്ള കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? ഓർഡർ റിവേഴ്സ് ആവും. അപ്പോൾ സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് മൈനസ് ടി മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ. ഇതാണ് നമ്മുടെ, അതായത് നമുക്കറിയാം സെറ്റ് ഓഫ് എ ഈക്വൽ ടു സെറ്റ് 1 ആണ്. ദെൻ നമ്മളിവിടെ മൈനസ് സിയുടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനിൽ സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് മൈനസ് ടി എന്നാണ് എടുത്തത്. അപ്പോൾ എന്ത് വരും? സെറ്റ് ഓഫ് മൈനസ് എ ആയിരിക്കും എന്ത് വരിക? സെറ്റ് 1 വരിക. അതേപോലെ സെറ്റ് ഓഫ് ബി ആണ് സെറ്റ് 2. നമ്മൾ മൈനസ് സിക്ക് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്താണ്? ടീനെ മൈനസ് ടി ആക്കി മാറ്റി, ഡയറക്ഷൻ നേരെ റിവേഴ്സായി. അപ്പോൾ സെറ്റ് ഓഫ് മൈനസ് ബി ആണ് എന്ത് വരിക? മൈനസ് സിയിൽ സെറ്റ് 2 വരിക. അപ്പം നമുക്ക് സെറ്റ് 2വിൽ നിന്ന് സെറ്റ് 1ലേക്കാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യണത്. അപ്പം നമുക്കറിയാം സെറ്റ് ഓഫ് മൈനസ് ബിയിൽ നിന്ന് സെറ്റ് ഓഫ് മൈനസ് എയിലേക്കുള്ള കർവാണ് എന്ത്? മൈനസ് സി. അപ്പോൾ ടിയുടെ റേഞ്ച് ആക്ച്വലി എന്തായിരിക്കും വരിക? മൈനസ് ബി മുതൽക്ക് മൈനസ് എ വരെ വരും. അപ്പോൾ മൈനസ് സിയുടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് മൈനസ് ടി മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ. ദെൻ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഇൻ്റഗ്രൽ. അപ്പോൾ ഇവിടെ മൈനസ് സിയുടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനിൽ നിന്നാണ് നമ്മൾ കോണ്ടൂറിൻ്റെ ഫോർമുല എഴുതുന്നത്. അപ്പോൾ ഇവിടെ റേഞ്ച് ടിയുടെ റേഞ്ച് മൈനസ് ബി ടു മൈനസ് എ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ബി ടു മൈനസ് എ എഫ് ഓഫ് സെഡ് ഓഫ് ടി മാറിയിട്ട് ഇവിടെ എന്താണ്? സെഡ് ഓഫ് മൈനസ് ടി ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് മൈനസ് ടി സെഡ് ഡാഷ് ടി മാറി എന്താവും? സെഡ് ഡാഷ് ടി എന്ന് പറയുമ്പോൾ ഇവിടെ വേണ്ടത് സെഡ് ഓഫ് മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് സെഡ് ഓഫ് മൈനസ് ടി ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ മൈനസ് ബി ടു മൈനസ് എ എഫ് ഓഫ് സെഡ് ഓഫ് മൈനസ് ടി, സെഡ് ഓഫ് മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ സെഡ് ഡാഷ് ഓഫ് മൈനസ് ടി ഇൻറ്റു എന്തും കൂടെ വരും? മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് വരും. അപ്പോൾ -1 വരും. അപ്പോൾ മൈനസ് സെഡ് ഡാഷ് ടി ഡി ടി. ദെൻ ഈ നെഗറ്റീവ് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുകയാണ്. അപ്പോൾ മൈനസ് ഇൻ്റഗ്രൽ മൈനസ് ബി ടു മൈനസ് എ എഫ് ഓഫ് സെഡ് ഓഫ് മൈനസ് ടി സെഡ് ഡാഷ് മൈനസ് ടി ഡി ടി, വേർ സെഡ് ഡാഷ് മൈനസ് ടി ഡിനോട്ട് ദ ഡെറിവേറ്റീവ് ഓഫ് സെഡ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി ഇവാലുവേറ്റഡ് അറ്റ് ദ പോയിൻറ്റ് മൈനസ് ടി. ദെൻ ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. മൈനസ് ടി എന്നുള്ളതിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. അപ്പോൾ ഡി ടി എന്താവും? മൈനസ് ഡി ടി ഡി യു ആവും. അപ്പോൾ ഡി ടി എന്താവും? മൈനസ് ഡി യു. ദെൻ ടി ഈസ് ഈക്വൽ ടു മൈനസ് ബി ടു മൈനസ് എ. അപ്പോൾ റേഞ്ച് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ മാറ്റം വരും. നമ്മൾ മൈനസ് ടിക്ക് യു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ റേഞ്ച് എങ്ങനെയാണ് മാറുക? ടി ഈസ് ഈക്വൽ ടു മൈനസ് ബി ആകുമ്പോൾ യു എന്താണ്? യു ഈസ് ഈക്വൽ ടു ബി. ടി ഈക്വൽ ടു മൈനസ് എ ആകുമ്പോൾ യു ഈക്വൽ ടു എ. അപ്പോൾ സോ ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു എന്തെഴുതാം? മൈനസ് ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേഷൻ മാറിയിട്ട് നമ്മൾ യു ആക്കുകയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ റേഞ്ച് മാറി, മൈനസ് ബി ടു മൈനസ് എ മാറി എന്തായി? ബി ടു എ ആയി. ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് സെഡ് ഓഫ് മൈനസ് ടി എന്താണ്? യു ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് യു സെഡ് ഡാഷ് മൈനസ് ടി ദാറ്റ് ഈസ് സെഡ് ഡാഷ് യു ഡി ടി എന്താണ്? ഡി ടി ഈസ് മൈനസ് ഡി യു. ഡി ടി ഈസ് മൈനസ് ഡി യു. അപ്പോൾ മൈനസ് ഡി യു എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് സെഡ് ഓഫ് യു സെഡ് ഡാഷ് യു മൈനസ് ഡി യു. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവും നെഗറ്റീവും കൂടി പോസിറ്റീവ് ആവും. ദെൻ ഇൻ്റഗ്രൽ ബി ടു എ ആണ്. അപ്പം നമ്മളതിനെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ വരും. അപ്പോൾ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് യു സെഡ് ഡാഷ് യു ഡി യു ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഇവിടെ എ ടു ബി എന്ന് പറയുന്നത് എന്താണ്? സി എന്നുള്ള കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനിൽ ടി എന്നുള്ള പാരാമീറ്ററിൻ്റെ റേഞ്ചാണ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് യു സെഡ് ഓഫ് ടി ആണ് നമ്മുടെ സി എന്നുള്ള കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് യു സെഡ് ഡാഷ് യു ഡി യു എന്നാണ് ഇവിടെ കിട്ടി. നമുക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം? യുവിനെ മൊത്തം റീപ്ലേസ് ചെയ്ത് വേണമെങ്കിൽ ടി കൊടുക്കാം. ദാറ്റ് ഈസ് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി
ഡി ടി എന്ന് വേണമെങ്കിൽ എഴുതാം. ദാറ്റ് ഈസ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. അപ്പോൾ എന്തായി? ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് is equal to minus integral over c f of z dz. Then first property proof complete ആയി. Second property, if c consists of a contour c1 from z1 to z3 and followed by a contour c2 from z2 to z2, the initial point of c2 being the final point of c1. അതായത് ഇവിടെ നമ്മൾ രണ്ട് കോണ്ടൂറുകളാണ് c1 എന്നുള്ളത് z1ൽ നിന്ന് z3യിലേക്ക്, ദെൻ z3യിൽ നിന്ന് z2 എന്നുള്ള പോയിന്റിലേക്ക് c2, ദെൻ c എന്നുള്ളത് ഈ c1 ആൻഡ് c2 രണ്ടും കൂടിയിട്ടുള്ള കോണ്ടൂറാണ്. അതായത് ഈ z1ൽ നിന്ന് z2വിലേക്കാണ് ആക്ച്വലി c എന്നുള്ള കോണ്ടൂർ. ദെൻ ഇൻ്റഗ്രൽ ഓവർ c f of z dz ഈസ് ഇൻ്റഗ്രൽ ഓവർ c1 f of z dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ c2 f of z dz. ഇതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ c1 c2 രണ്ട് കോണ്ടൂർ ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എടുക്കണം. ലെറ്റ് c1 be the contour z is equal to phi of t, a less than or equal to t less than or equal to c. phi of a equal to, അതായത് c1 എന്നുള്ള കോണ്ടൂർ നമുക്കറിയാം z1ൽ നിന്ന് z3യിലേക്ക്. അപ്പോൾ z1 is phi of a, z3 is phi of c. Then next c2 എന്നുള്ള കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ be given by z is equal to psi of t, c less than or equal to t less than or equal to b. അതായത് c1ൻ്റെ ഫൈനൽ പോയിൻറ്റും c2വിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും സെയിം ആണ്. അപ്പോൾ z3 എന്നുള്ളതാണ് c1ൻ്റെയും c2വിനും കോമൺ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഈ പാരാമീറ്ററിൻ്റെ റേഞ്ച് c1 നോക്കുകയാണെങ്കിൽ a to c, c2 നോക്കുകയാണെങ്കിൽ c to another നമ്പർ b. ഇതിൽ c2 എന്നുള്ള കോണ്ടൂർ z3യിൽ നിന്ന് z2വിലേക്കാണ്. അപ്പോൾ psi of c എന്തായിരിക്കും? psi of c is z3, psi of b is z2. ദെൻ c എന്നുള്ള കോണ്ടൂർ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഈ ഫൈയും സൈയും കൂടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ z is equal to z of t, c എന്നുള്ള കോണ്ടൂറിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് തന്നിട്ടുണ്ട്. z equal to z of t, that is equal to phi of t for a less than or equal to t less than or equal to c and psi of t for c less than or equal to t less than or equal to b. രണ്ടെണ്ണത്തിൻ്റെയും റെപ്രസെൻറ്റേഷൻ കമ്പൈൻ ചെയ്ത് എഴുതി. ദെൻ ഇൻ്റഗ്രൽ ഓവർ c f of z dz, that is equal to എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ a to b f of z of t z dash t dt. അതായത് c എന്നുള്ള കോണ്ടൂറിന് a to c ഉണ്ട്, ദെൻ c to b യും രണ്ടും രണ്ട് വാല്യൂസ് ആണ്. ടോട്ടൽ പാരാമീറ്ററിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? a to b ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ a to b f of z of t z dash t dt എന്ന് വരും. ദെൻ a to b നോക്കുകയാണെങ്കിൽ ഈ z of tക്ക് എന്താണ്? a to c അതിൻ്റെ വാല്യൂ phi of t ആണ്, c to b അതിൻ്റെ വാല്യൂ എന്താണ്? psi of t ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ദിസ് ഇസ് ഇൻ്റഗ്രൽ a to c f of z of t z dash t dt പ്ലസ് ഇൻ്റഗ്രൽ c to b f of z of t z dash t dt. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to c ആകുമ്പോൾ z of tയുടെ വാല്യൂ എന്താണ്? a to c z of t is phi of t. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ a to c f of phi of t phi dash t dt. അതായത് z of t എന്നുള്ളത് a to c phi of t ആകുമ്പോൾ z dash t എന്താവും? phi dash t ആവും. അപ്പോൾ z dash tക്ക് phi dash tയും കൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. പ്ലസ് ഇൻ്റഗ്രൽ c to b റേഞ്ചിൽ z of tയുടെ വാല്യൂ psi of t ആണ്. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ c to b f of z of t മാറി f of psi of t ആവും ഇൻറ്റു z dash t എന്താ വരിക? അപ്പോൾ psi dash t dt. ദെൻ ഇൻ്റഗ്രൽ a to c f of phi of t phi dash t dt എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ c1 f of z dz പ്ലസ് ദെൻ ഇൻ്റഗ്രൽ c to b f of psi of t psi dash t dt എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ c to f of z dz. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ c f of z dzന് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ ഓവർ c f of z dz is equal to ഇൻ്റഗ്രൽ ഓവർ c1 f of z dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ c2 f of z. നെക്സ്റ്റ് റിമാർക്ക് പറയുന്നത് സംടൈംസ് ദ കോണ്ടൂർ c ഈസ് കോൾഡ് ദ സം ഓഫ് ഇറ്റ്സ് ലെങ്ത് c1 ആൻഡ് c2 ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ c1 പ്ലസ് c2. നമ്മളിവിടെ c എന്നുള്ള കോണ്ടൂർ പറഞ്ഞത് c1ഉം c2ഉം കൂടി കമ്പൈൻ ചെയ്തത്. അതായത് c1 എന്നുള്ള കോണ്ടൂറും c2 എന്നുള്ള കോണ്ടൂറിൻ്റെയും
കമ്പൈൻ ചെയ്തതാണ് എന്ത് C1ഉം C2ഉം ഇൻക്ലൂഡ് ചെയ്തതാണ് എന്ത് സി എന്നുള്ള കോണ്ടൂർ. അപ്പോൾ സീനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? C1 + C2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് സം ഓഫ് ടു കോണ്ടൂർ C1 ആൻഡ് മൈനസ് C2 ഈസ് വെൽ ഡിഫൈൻഡ് വെൻ C1 ആൻഡ് C2 ഹാവ് സെയിം ഫൈനൽ പോയിൻറ്റ്സ് ആൻഡ് ഈസ് റിട്ടൺ ആസ് C1 - C2. അപ്പോൾ നമ്മളിവിടെ C1 ആൻഡ് C2 ആ രണ്ട് കോണ്ടൂറിൻ്റെ സമ്മ് പറഞ്ഞു C1 + C2. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ കോണ്ടൂറിൻ്റെ ഡിഫറൻസ് എന്നുള്ള പോലെ, അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്യണത് C1ഉം - C2വിൻ്റെയും സം എന്ന് പറയാം. എന്നാലാണ് C1 - C2 വരിക. അതിനെയാണ് നമ്മൾ C1 - C2 എന്ന് വെച്ച് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഈ C1 - C2 എന്നുള്ളത് വെൽ ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്ത് വേണം? C1 എന്നുള്ളതിൻ്റെ എൻഡ് പോയിൻറ്റും -C2വിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. -C2വിൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് എന്താണ്? C2വിൻ്റെ ഫൈനൽ പോയിൻ്റാണ്. അതുകൊണ്ടാണ് C1ഉം C2വിനും എന്ത് വേണം? സെയിം ഫൈനൽ പോയിൻറ്റ്സ് വേണം. അതായത് ദ സം ഓഫ് ടു കോണ്ടൂർ C1 ആൻഡ് -C2 ഈസ് വെൽ ഡിഫൈൻഡ് വെൻ C1 ആൻഡ് C2 ഹാവ് സെയിം ഫൈനൽ പോയിൻറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ആസ് C1 - C2. അതായത് C1ൻ്റെയും -C2വിൻ്റെയും കമ്പൈൻ ചെയ്ത കോണ്ടൂറിനെയാണ് C1 - C2 എന്ന് വെച്ച്. Next property, let f of z and g of z be any two complex functions which are piecewise continuous on the contour C and z not be any complex constant, then integral over C f of z plus g of z dz equal to integral over C f of z dz plus integral over C g of z dz. That is some rule pole. Then integral over C set not f of z dz is set not into integral over C f of z dz. അതായത് ഇൻ്റഗ്രേഷനിലെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ പോലെ. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് വണ്ണിൻ്റെ പ്രൂഫിന് C എന്നുള്ള കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ വേണം. അപ്പോൾ ലെറ്റ്സ് ദ കോണ്ടൂർ C be represented by z equal to z of t, a less than or equal to t less than or equal to b. Then integral over C f of z plus g of z dz. By definition of contour integral ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? This is integral a to b f of z of t plus g of z of t z dash t dt. Then ഇൻ്റഗ്രേഷൻ ഇൻ്റഗ്രൽ a to b എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഇത് റിയൽ ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ റിയൽ ഇൻ്റഗ്രേഷനിൽ ഓവർ ആൻ ഇൻ്റർവെൽ എ ബി, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു സം റൂള് റിയലിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b f of z of t z dash t dt പ്ലസ് ഇൻ്റഗ്രൽ a to b g of z of t z dash t dt. Then that is equal to എന്ത് വരും? ഇൻ്റഗ്രൽ ഓവർ C f of z dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C g of z dz കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പ്രോപ്പർട്ടി, ഇതിലത്തെ തന്നെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂളിൻ്റെ പ്രൂഫ് നോക്കാം. അതായത് ഇൻ്റഗ്രൽ ഓവർ C സെറ്റ് നോട്ട് f of z dz ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ a to b സെറ്റ് നോട്ട് f of z of t z dash t dt. ഇത് കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്താണ്? ഇൻ്റഗ്രൽ a to b വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ. ടി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റിയൽ വാരിയബിളാണ്. ഇൻ്റർവെൽ എ ബിയിൽ വാരി ചെയ്യണ ഒരു റിയൽ വാരിയബിളാണ് ടി. ദെൻ ടിയുടെ റേഞ്ച് a to b ആണല്ലോ. അപ്പം നമുക്കിതിനെ റിയലിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ വെച്ചിട്ട് എന്ത് എഴുതാം? സെറ്റ് നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ a to b f of z of t z dash t dt ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ C f of z dz. Then constant multiple റൂളിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. Then next property number 4. If f of mod f of z less than or equal to m everywhere on a contour C and L is the length of C, then mod integral over C f of z dz less than or equal to m into L. This inequality is called ML inequality. ദെൻ ഇതിൻ്റെ പ്രൂഫ് നമ്മളിവിടെ കോണ്ടൂർ C അതിൻ്റെ നമുക്ക് മോഡ് ഇൻ്റഗ്രൽ ഓവർ C f of z dz ആണ്. അപ്പോൾ നമുക്ക് C എന്നുള്ള കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് C എടുക്കുകയാണ്. z equal to z of t, a less than or equal to t less than or equal to b. ദെൻ ലെങ്ത് ഓഫ് C അതിനെയാണ് നമ്മൾ L വെച്ച് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ L എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? L എന്നുള്ള ക്വാണ്ടിറ്റി ഇൻ്റഗ്രൽ a to b മോഡ് z dash t dt ആണ്. ദെൻ നമുക്കിവിടെ ഓൾറെഡി മോഡ് f of z ലെസ് ആൻ ഓർ ഈക്വൽ ടു m ആണെന്ന് തന്നിട്ടുണ്ട് ഓൺ ദ കോണ്ടൂർ C. അപ്പോൾ സിയിലെ പോയിൻറ്റ്സ് ആണ് z ഓഫ് t, a ലെസ് ആൻ ഓർ ഈക്വൽ ടു t ലെസ് ആൻ ഓർ ഈക്വൽ ടു ബിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് f of z of t എന്തായിരിക്കും? ലെസ് ആൻ ഓർ ഈക്വൽ ടു m ഫോർ a ലെസ് ആൻ ഓർ ഈക്വൽ ടു t ലെസ് ആൻ ഓർ ഈക്വൽ ടു b.
ദെൻ നമ്മൾ ഈ ഒരു ടേം ഇവാലുവേറ്റ് ചെയ്യാണ്. മോഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മോഡ് ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? കോണ്ടൂർ ഇൻ്റഗ്രൽ ഡെഫിനിഷൻ വെച്ച് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഡി ടി. ദെൻ ഇതെന്താണ്? ആക്ച്വലി ഒരു റിയൽ ഇൻ്റഗ്രേഷൻ ആണ്. റിയൽ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഡി ടി. ടി എന്ന് പറയുന്നത് റിയൽ വേരിയബിൾ ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? മോഡുലസ് ഓഫ് ദ ഇൻ്റഗ്രൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മോഡുലസ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടതാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ എന്ത് എഴുതാം? ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് സെഡ് ഓഫ് ടി മോഡ് സെഡ് ഡാഷ് ടി ഡി ടി. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നമ്മളിവിടെ മോഡ് എഫ് ഓഫ് സെഡ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് സെഡ് ഓഫ് ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എം കൊടുക്കാം. എം ഇൻറ്റു മോഡ് സെഡ് ഡാഷ് ടി ഡി ടി. ദെൻ ഈ എം എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് ഔട്ട് സൈഡ് എടുക്കാം. സോ വി ഹാവ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി മോഡ് സെഡ് ഡാഷ് ടി ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഈ ഇൻ്റഗ്രൽ എ ടു ബി മോഡ് സെഡ് ഡാഷ് ടി ഡി ടി എന്താണ്? ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദ കോണ്ടൂർ സി ദാറ്റ് ഈസ് എൽ. അപ്പോൾ എം ഇൻറ്റു എൽ. അപ്പോൾ അതിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. Next question, evaluate integral over c z bar dz where c is given by x is equal to 3t, y equal to t square minus 1 less than or equal to t less than or equal to 4. Problems ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി സെഡ് ബാർ ഡി സെഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സി എന്നുള്ള കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ അതാണ് അപ്പം നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് സി. അത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സെഡ് ഓഫ് ടി ദാറ്റ് ഈസ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഓഫ് ടി ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി. ദെൻ ഇവിടെ എക്സും വൈയും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3t ആണ്. വൈ ഈസ് ടി സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 3t പ്ലസ് ഐ ഇൻറ്റു ടി സ്ക്വയർ. ടിയുടെ റേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ദെൻ നമുക്കിനി എന്ത് കാണണം? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഫോർമുല എന്താണ്? കോണ്ടൂർ ഇൻ്റഗ്രേഷൻ്റെ ഇൻ്റഗ്രൽ ഇവിടെ റേഞ്ച് -1 to 4 ആണ്. എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഡി ടി. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്താണ്? സെഡ് ഓഫ് ടി നമ്മളിവിടെ കണ്ടുപിടിച്ചു. എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്താണ്? സെഡ് ഡാഷ് ടി എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സെഡ് ഓഫ് ടി നമുക്കറിയാം. ഇനി സെഡ് ഡാഷ് ടി ആദ്യം കണ്ടുപിടിക്കാം. സെഡ് ഡാഷ് ടി ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 3t പ്ലസ് ഐ ടി സ്ക്വയർ ആണ് സെഡ് ഡാഷ് ടി. അപ്പോൾ സെഡ് ഓഫ് ടി. ദെൻ സെഡ് ഡാഷ് ടി എന്ത് വരും? സെഡ് ഡാഷ് ടി അതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ വി ഹാവ് 3 പ്ലസ് 2it. ദെൻ ഈ എഫ് ഓഫ് സെഡ് ഓഫ് ടി കണ്ടുപിടിക്കണം. എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇവിടെ എഫ് ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്ന എഫ് ഓഫ് സെഡ് എന്താണ്? ഇവിടെ ആക്ച്വലി ഇൻ്റഗ്രൽ ഓവർ സി സെഡ് ബാർ ഡി സെഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്താണ്? സെഡ് ബാർ ആണ്. എഫ് ഓഫ് സെഡ് ഈസ് സെഡ് ബാർ. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ത് വരും? സെഡ് ഓഫ് ടി ബാർ, അതായത് സെഡ് ഓഫ് ടി കോൺജുഗേറ്റ്. അപ്പോൾ ഇവിടെ സെഡ് ഓഫ് ടി 3t പ്ലസ് ഐ ടി സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? 3t മൈനസ് ഐ ടി സ്ക്വയർ. ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ റിവേഴ്സ് ചെയ്തു. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി കിട്ടി, സെഡ് ഡാഷ് ടി കിട്ടി. അപ്പോൾ ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ചെയ്യാനുള്ളൂ. ഇൻ്റഗ്രൽ ഓവർ സീസ് സെഡ് ബാർ ഡി സെഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 4 എഫ് ഓഫ് സെഡ് ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 3t മൈനസ് ഐ ടി സ്ക്വയർ ഇൻറ്റു സെഡ് ഡാഷ് ടി കണ്ടുപിടിച്ചു 3 പ്ലസ് 2it. സോ എന്ത് വരും? ഇൻ്റഗ്രൽ -1 to 4 3t മൈനസ് ഐ ടി സ്ക്വയർ ഇൻറ്റു 3 പ്ലസ് 2it dt. ഇനി നമ്മൾ ഇപ്പോൾ ശരിക്കും ആക്ച്വലി ഒരു റിയൽ ഇൻ്റഗ്രേഷനായി മാറി. നമ്മൾ ഓൾറെഡി റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടുള്ളതാണ്. ഇൻ ദ ഇൻ്റർവെൽ -1 to 4. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ -1 to 4 ഈ 3t മൈനസ് ഐ ടി സ്ക്വയർ ഇൻറ്റു 3 പ്ലസ് 2it ജസ്റ്റ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ -1 to 4 9t മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു 2t ക്യൂബ് പ്ലസ് ഐ ഇൻറ്റു റിയൽ ഇമാജിനറി പാർട്ട് എന്ത് വരും? 3t ഇൻറ്റു 2it ആണ്. അപ്പോൾ ഐ ഇൻറ്റു 3t ഇൻറ്റു 2t ദാറ്റ് ഈസ് 6t സ്ക്വയർ. ഐ ഇൻറ്റു 6t സ്ക്വയർ
മൈനസ് ഐ ഇൻറ്റു ഐയുടെ ടേം ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ മൈനസ് 3t² വരും ഡി ടി. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ മൈനസ് I² എന്നുള്ള വാല്യൂ എന്താണ്? 1 ആണ്. സോ വി ഹാവ് ഇൻ്റഗ്രൽ -1 to 4 9t + 2t³ plus I into 6t² minus 3t² dt. Then that is integral -1 to 4 9t plus 2t³ dt plus I into integral -1 to 4 3t². 6t² minus 3t² എന്താണ്? 3t² dt. അതായത് ഇൻ്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ ഇത് റിയൽ ഇൻ്റഗ്രേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും? 9tയുടെ ഇൻ്റഗ്രൽ 9t²/2 പ്ലസ് 2t³ ഇൻ്റഗ്രൽ എന്താണ്? 2t⁴/4 വിത്തിൻ ദ ലിമിറ്റ് -1 to 4 പ്ലസ് I ഇൻറ്റു 3t² ഇൻ്റഗ്രൽ 3 ഇൻറ്റു t³/3. അപ്പോൾ എന്ത് വരും? 3 കട്ടാവുമ്പോൾ t³ വരും. I ഇൻറ്റു t³ വിത്തിൻ ദ ലിമിറ്റ് -1 to 4 ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഇതിൽ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്സ്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 ഇൻറ്റു 4² 16/2 പ്ലസ് 2 ഇൻറ്റു 4⁴ divided by 4 minus lower limit, that is 9/2 plus 2/4 ചെയ്ത് നോക്കുമ്പോൾ 195 കിട്ടും. പ്ലസ് ഇനി ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി I ഇൻറ്റു 4³ മൈനസ് -1 ദാറ്റ് ഈസ് 65I എന്ന് വരും ഇമാജിനറി പാർട്ട്. നമുക്ക് ഫൈനൽ ആൻസർ 195 പ്ലസ് 65I. Next question, integrate f of z is equal to real part of z along the line segment from z equal to 0 to z equal to 1 plus I. Then second one, the real axis from 0 to 1 and then along a straight line parallel to imaginary axis from 1 to 1 plus I. ഇത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടെണ്ണത്തിലും ഡിഫറൻസ് വരുന്നത് ഫംഗ്ഷൻ സെയിം തന്നെയാണ്, കോണ്ടൂർ ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ കോണ്ടൂർ എന്താണ്? ലൈൻ സെഗ്മെൻറ്റ് ഫ്രം z equal to 0 to z equal to 1 plus I. അപ്പോൾ ഇവിടെ കോണ്ടൂർ ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലേക്കാണ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. ലൈനാണ് കോണ്ടൂർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ ആദ്യം സി എന്നുള്ള കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ സി എന്നുള്ള കോണ്ടൂർ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ z equal to 0 എന്നുള്ള പോയിന്റ് മുതൽക്ക് z equal to 1 plus I. 1 plus I എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എടുക്കാം? പോയിന്റ് 1 1 എന്നുള്ള പോയിന്റ്. റിയൽ പാർട്ടും 1 ആണ്, ഇമാജിനറി പാർട്ടും 1 ആണ്. 1 1 എന്നുള്ള പോയിന്റ്. ഈ രണ്ട് പോയിൻറ്റ്സിനെയും കൂടി ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് എന്ത്? സി എന്നുള്ള കോണ്ടൂർ. അപ്പോൾ നമ്മുടെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ്. ദാറ്റ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ ജോയിനിങ് z equal to 0 to 1 z equal to 1 plus I. അതായത് 0 0 1 1 എന്നുള്ള പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ്. അതാണ് നമ്മുടെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമുക്ക് സിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? z of t equal to x of t plus I y of t. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് ഈ കർവിൻ്റെ ഇക്വേഷൻ വരാൻ നോക്കാം. ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി എക്സ് ഇസ് ഈക്വൽ ടു 0 0 ആൻഡ് 1 1നെ ജോയിൻ ചെയ്യണ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? 0 0 to 1 1 ജോയിൻ ചെയ്യണ ലൈനിൻ്റെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ നമുക്ക് എക്സും വൈയും ഇവിടെ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെ എഴുതാം? എക്സിന് എന്ത് കൊടുക്കണോ അത് തന്നെയാണ് എന്ത് വരിക? വൈ വരിക. അപ്പോൾ എക്സ് ഈക്വൽ ടു ടി എടുക്കുകയാണെങ്കിൽ വൈ എന്ത് വരും? ടി തന്നെ വരും. ദെൻ ടിയുടെ റേഞ്ച് എങ്ങനെയാണ്? നമുക്ക് 0 0 മുതൽക്ക് 1 1 വരെയാണ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ ടിക്ക് എന്ത് റേഞ്ച് എടുത്താൽ മതി? എക്സിൻ്റെ റേഞ്ച് തന്നെയാണ് ടിക്ക് വരിക, അല്ലെങ്കിൽ വൈയുടെ റേഞ്ച് തന്നെയാണ് ടിക്ക് വരിക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു ടി ആണ്, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു ടി ആണ്. അപ്പോൾ ഇവിടെ എക്സ് 0 മുതൽക്ക് 1 വരെ വാരി ചെയ്യുന്നുണ്ട്. അത് കാരണം നമുക്ക് ടിയുടെ റേഞ്ച് എന്തെടുക്കാം? 0 മുതൽക്ക് 1 വരെ എന്നെടുക്കാം. അപ്പോൾ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് കർവ് എങ്ങനെ എഴുതാം? സെഡ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി. ഇവിടെ എക്സ് ഓഫ് ടി എന്താണ്? ടി. എന്ത് വരും? ടി
പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി എന്താണ്, അതും ടി ആണ്. റേഞ്ച് എന്താണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ടി പ്ലസ് ഐ ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ കർവ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി ഈക്വൽ ടു 1 പ്ലസ് ഐ ഇൻറ്റു ടി. ഇതിൽ ഈ ടി കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തുന്നേ ഉള്ളൂ. 1 പ്ലസ് ഐ ഇൻറ്റു ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ എഫ് ഓഫ് സെഡ് എന്താണ്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് റിയൽ പാർട്ട് ഓഫ് സെഡ് ആണ്. എഫ് ഓഫ് സെഡ് ഈസ് റിയൽ പാർട്ട് ഓഫ് സെഡ്. ദെൻ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്തായിരിക്കും, അപ്പോൾ റിയൽ പാർട്ട് ഓഫ് സെഡ് ഓഫ് ടി. സെഡ് ഓഫ് ടി നമ്മളിവിടെ കണ്ടുപിടിച്ചു. ദെൻ അതിൻ്റെ റിയൽ പാർട്ട് എന്താണ് വരുന്നത്, റിയൽ പാർട്ട് ഓഫ് ടി പ്ലസ് ഐ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ടി പ്ലസ് ഐ ടി. അതിൻ്റെ റിയൽ പാർട്ട് എന്താണ്, ടി ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്നുള്ളത് ടി ആണെന്ന് കിട്ടി. ഇനി സെഡ് ഡാഷ് ടി, സെഡ് ഓഫ് ടി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി സെഡ് ഡാഷ് ടി കണ്ടുപിടിക്കണം. സെഡ് ഡാഷ് ടി എന്താണ് വരിക, 1 പ്ലസ് ഐ. ദെൻ ജസ്റ്റ് കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 ആണ് ടിയുടെ റേഞ്ച്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഡി ടി ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് സെഡ് ഓഫ് ടി ടി ആണ്. സെഡ് ഡാഷ് ടി എന്താണ്, 1 പ്ലസ് ഐ ആണ്. അപ്പോൾ ടി ഇൻറ്റു 1 പ്ലസ് ഐ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 1 പ്ലസ് ഐ കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഔട്ട് സൈഡ് എടുക്കാം. ദെൻ ടിയുടെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് ടി സ്ക്വയർ ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. സോ വി ഹാവ് ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ, 1 പ്ലസ് ഐ ഇൻറ്റു 1/2 മൈനസ് 0. സോ 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് വേർ സി ഈസ് ദ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം സെഡ് ഈക്വൽ ടു 0 ടു സെഡ് ഈക്വൽ ടു 1 പ്ലസ് ഐ. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലും എഫ് ഓഫ് സെഡ് എന്ത് തന്നെയാണ്, റിയൽ പാർട്ട് ഓഫ് സെഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ അത് ഡിഫറെൻ്റ് ആണ്. അതെങ്ങനെയാണ് എടുക്കണേ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ, നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ എങ്ങനെയായിരുന്നു, ആദ്യത്തെ പ്രോബ്ലത്തിൽ 0 നിന്ന് 1 ഒരു ലൈൻ ആയിരുന്നു, എന്ത് സ്ട്രേറ്റ് ലൈൻ ആയിരുന്നു നമ്മുടെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇവിടെ സെക്കൻഡ് എങ്ങനെയാണ്, ദ റിയൽ ആക്സസ് ഫ്രം 0 to 1, അതായത് 0 നിന്ന് റിയൽ ആക്സസ് ഫ്രം 0 to 1 എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ്സ് 0 റിയൽ ആക്സസിലെ 0 നിന്ന് 1 അതായത് 0 എന്നുള്ള പോയിൻറ്റിൽ നിന്ന് 10 എന്നുള്ള പോയിൻറ്റിലേക്ക് ദെൻ along a straight line parallel to imaginary axis from 1 to 1 plus i. ദെൻ 1 എന്നുള്ള പോയിന്റിൽ നിന്ന് 1 പ്ലസ് ഐ എന്നുള്ള പോയിന്റ്, 1 പ്ലസ് ഐ എന്നുള്ള പോയിന്റ് ഏതാണ്, 1 എന്നുള്ള പോയിൻ്റാണ് അല്ലേ. അപ്പോൾ 10 നിന്ന് 1 എന്നുള്ള പോയിന്റിലേക്ക് ഇമാജിനറി ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഇങ്ങനെ ഒരു പാത്തും കൂടെ വരും. അതായത് 0 നിന്ന് 10 ഒരു പാത്തുണ്ട്, അതിനെ നമ്മൾ C1 വെച്ച് ഡിനോട്ട് ചെയ്തു. 10 നിന്ന് 11 ഒരു പാത്തുണ്ട്, അതിനെ C2 വെച്ച് ഡിനോട്ട് ചെയ്തു. ഈ C1ഉം C2ഉം കൂടി ഇതാണ് എന്ത്, ആക്ച്വലി നമ്മുടെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ C. അപ്പോൾ ഇവിടെ C1 കൺസിസ്റ്റ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം 0 to 10 ആൻഡ് C2 കൺസിസ്റ്റ് ഓഫ് ലൈൻ സെഗ്മെൻറ്റ് ഫ്രം 10 to 11. അപ്പോൾ നമ്മളിവിടെ C1ൻ്റെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷനും C2വിൻ്റെയും പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണം. രണ്ടും ലൈൻസാണ്, അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒന്ന് 0 നിന്ന് 10 ലൈനിൻ്റെ ഇക്വേഷനും മറ്റേത് 10 നിന്ന് 11 ലൈനിൻ്റെ ഇക്വേഷനും. ഇതിൽ C1 എന്നുള്ള കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. C1 എന്നുള്ളത് നമുക്കറിയാം 0 എന്നുള്ള പോയിൻറ്റിൽ നിന്ന് 10 എന്നുള്ള പോയിൻറ്റിലേക്കുള്ള സ്ട്രേറ്റ് ലൈനാണ്. ദെൻ ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ് വരിക, ആ ലൈനിൻ്റെ ഇക്വേഷനാണ് y ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. എക്സ് എന്തായിരിക്കും, എക്സ് എന്നുള്ളത് വാരിയിങ് ആണ്. എക്സിന് 0 മുതൽക്ക് 1 വരെയുള്ള ഓരോ പോയിൻറ്റും വരണം. എക്സ് എന്നുള്ളത് എന്താണ്, വാരിയിങ് ആണ്. എക്സിൻ്റെ റേഞ്ച് എന്താണ്, 0 to 1. അപ്പോൾ ആക്ച്വലി ഈ ഒരു കർവ് C1 നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി. ദെൻ ഇവിടെ എക്സ് നമുക്കിവിടെ അറിയാം. എക്സ് എന്നുള്ളത് എന്താണ്, എക്സ് എന്നുള്ളത് വാരിയിങ് ഫ്രം 0 to 1. അപ്പോൾ എക്സിനെ നമുക്ക് എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സിന് ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ടിയുടെ റേഞ്ച് എന്താവും, എക്സ് തന്നെയാണ് ടി. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് 0 to 1 ആയ കാരണം ടിയുടെ റേഞ്ച് എന്താണ്, 0 to 1. സോ ടി പ്ലസ് ഐ ഇൻറ്റു വൈ എന്താണ്, വൈ 0 ആണ്. അപ്പോൾ ടി പ്ലസ് ഐ ഇൻറ്റു 0
സോ സെഡ് ഓഫ് ടി ഈസ് ടി, ടിയുടെ റേഞ്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ C1 എന്നുള്ള കർവിൻ്റെ റെപ്രസെൻറ്റേഷനാണ് സെഡ് ഓഫ് ടി ഈക്വൽ ടു ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ C2 എന്നുള്ള കർവിൻ്റെ കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? C2 എന്നുള്ള കോണ്ടൂർ അതെന്താണ്? 10 എന്നുള്ള പോയിന്റിൽ നിന്ന് 11 എന്നുള്ള പോയിന്റിലേക്കുള്ള സ്ട്രേറ്റ് ലൈനാണ്. ദെൻ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഇവിടെ നമുക്ക് y വാല്യൂ നോക്കുകയാണെങ്കിൽ y ആണ് വാരിയിങ് ആയിട്ട് വരുന്നത്. yക്ക് റേഞ്ച് എന്ത് വരും? 0 മുതൽക്ക് 1 വരെ വാരി ചെയ്യണം. y റേഞ്ചസ് ബിറ്റ്വീൻ 0 to 1. ദെൻ എക്സ് എന്നുള്ളത് എന്താണ്? എക്സ് വാല്യൂ ഇവിടെ ഫിക്സഡ് ആണ്. എക്സ് വാല്യൂ എന്താണ് വരുന്നത്? എക്സ് വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി, അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സെഡ് ഓഫ് ടി ഈസ് എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി. ദെൻ എക്സ് ഓഫ് ടി എന്താണ് ഇവിടെ? എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് എന്നുള്ളത് 1 ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1 കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ പ്ലസ് ഐ ഇൻറ്റു വൈ എന്നുള്ളത് റേഞ്ച് വാരിയിങ് ഫ്രം 0 to 1. അപ്പോൾ വൈക്ക് നമ്മൾ ടി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ ടിയുടെ റേഞ്ച് എന്ത് വരും? വൈയുടെ റേഞ്ച് തന്നെയാണ്, വൈ ആണ് ടി. അപ്പോൾ ടിക്ക് എന്ത് റേഞ്ച് എടുക്കാം? 0 to 1. അപ്പോൾ സെഡ് ഓഫ് ടി ഈസ് എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി, ദാറ്റ് ഈസ് 1 പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി എന്താണ്? ഐ ഓഫ് ടി ടി ആണ്. വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇങ്ങനെ നമുക്ക് കോണ്ടൂർ C2വിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കിട്ടി. C2 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ സെഡ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഐ ടി, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്, അതെങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്താണ്? സി എന്നുള്ളത് കോണ്ടൂർ എന്താണ്? C1 ഉം C2 ഉം കൂടിയിട്ടുള്ളതാണ്. അതായത് C1 പ്ലസ് C2 ആണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഫോർമുല എങ്ങനെ എഴുതാം? പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C1. അതായത് C1ന് നമുക്ക് കോണ്ടൂർ റെപ്രസെൻറ്റേഷനിലെ പാരാമീറ്ററിൻ്റെ റേഞ്ച് 0 to 1 ആയിരുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 നോക്കുമ്പോൾ എന്താണ്? C2വിൻ്റെ പാരാമീറ്റർ റേഞ്ച് എന്താണ്? 0 to 1 തന്നെയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഡി ടി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്നുള്ളതും സെഡ് ഡാഷ് ടി എന്നുള്ളതും C1ലെത്തിയാണ് വേണ്ടത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി എന്താണ്? C2 എന്നുള്ള കോണ്ടൂറിൻ്റെയാണ് വേണ്ടത്. അപ്പോൾ അവിടെ മാറ്റം വരും. അപ്പോൾ ഫസ്റ്റ് കോണ്ടൂർ ഓൺ C1 എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്താണ് വരിക? ഓൺ C1 എഫ് ഓഫ് സെഡ് എന്തായിരുന്നു? എഫ് ഓഫ് സെഡ് എന്നുള്ളത് റിയൽ പാർട്ട് ഓഫ് സെഡ് ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ത് വരും? നമ്മളിവിടെ C1ൽ സെഡ് ഓഫ് ടി കണ്ടുപിടിച്ചിട്ട് ടി ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി ദാറ്റ് ഈസ് റിയൽ പാർട്ട് ഓഫ് സെഡ് ഓഫ് ടി, ദാറ്റ് ഈസ് റിയൽ പാർട്ട് ഓഫ് ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി. ആൻഡ് സെഡ് ഡാഷ് ടി എന്താണ്? സെഡ് ഓഫ് ടി ആയ കാരണം സെഡ് ഡാഷ് ടി എന്ത് വരും? 1 വരും. അപ്പോൾ ഓൺ C1 എഫ് ഓഫ് സെഡ് ഓഫ് ടി ഈക്വൽ ടു ടി ആൻഡ് സെഡ് ഡാഷ് ടി ഈക്വൽ ടു 1. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടിക്കും സെഡ് ഡാഷ് ടിക്കും C1ലെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് സെഡ് ഓഫ് ടി ദാറ്റ് ഈസ് ടി ഇൻറ്റു സെഡ് ഡാഷ് ടി ദാറ്റ് ഈസ് 1 ടി ഇൻറ്റു 1 ഡി ടി. സോ ഇൻ്റഗ്രൽ 0 to 1 ടി ഡി ടി പ്ലസ് ദെൻ സെക്കൻഡ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. അപ്പോൾ C2വിൽ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്താണ്? സെഡ് ഡാഷ് ടി എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഓൺ C2 എഫ് ഓഫ് സെഡ് ഓഫ് ടി, C2വിൽ സെഡ് ഓഫ് ടി നമുക്കറിയാം. ദെൻ എഫ് ഓഫ് സെഡ് ഓഫ് ടി കണ്ടുപിടിക്കണം. എഫ് ഓഫ് സെഡ് എന്തായിരുന്നു? റിയൽ പാർട്ട് ഓഫ് സെഡ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ത് വരും? റിയൽ പാർട്ട് ഓഫ് സെഡ് ഓഫ് ടി, ദാറ്റ് ഈസ് റിയൽ പാർട്ട് ഓഫ് സെഡ് ഓഫ് ടി എന്താണ്? C2വിൽ 1 പ്ലസ് ഐ ടി. സോ റിയൽ പാർട്ട് ഓഫ് 1 പ്ലസ് ഐ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് എന്താണ് ഇതിൽ വരിക? 1. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി ആണ് ഓൺ C2വിൽ 1 കിട്ടി. ഇനി സെഡ് ഡാഷ് ടി എന്താണ് വരിക? ഓൺ C2 സെഡ് ഓഫ് ടി 1 പ്ലസ് ഐ ടി ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് സെഡ് ഡാഷ് ടി എന്ത് വരും? ഐ വരും. അപ്പോൾ സെക്കൻഡ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഡി ടി, അതെങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്താണ്? എഫ് ഓഫ് സെഡ് ഓഫ് ടി 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു സെഡ് ഡാഷ് ടി ഐ ആണ്. 1 ഇൻറ്റു ഐ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എന്ന് വരും. 1 ഇൻറ്റു ഐ എന്നുള്ളത് ഐ വരും. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? ഇൻ്റഗ്രൽ 0 to 1 ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 ഐ ഡി ടി. ദെൻ ഇൻ്റഗ്രേഷൻ ചെയ്യാം. ദെൻ ടിയുടെ ഇൻ്റഗ്രൽ ടി സ്ക്വയർ ബൈ 2
വിത്തിൻ ദ ലിമിറ്റ് 0 to 1 പ്ലസ് ഐയുടെ ഇൻ്റഗ്രൽ എന്താണ് I ഇൻറ്റു ടി വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ അപ്പർ ലിമിറ്റ് എന്താണ് 1/2 മൈനസ് ലോവർ ലിമിറ്റ് 0 പ്ലസ് I ഇൻറ്റു 1 മൈനസ് 0. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സെക്കൻഡിൽ 1 മൈനസ് 0 വരും. സോ വി ഹാവ് 1/2 പ്ലസ് I ആണ് ആൻസർ വരിക. അപ്പം നമുക്ക് ഇതിൽ നമ്മൾ രണ്ട് സെയിം ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് സെറ്റ് അതിനെ എന്ത് ചെയ്തു, രണ്ട് ഡിഫറെൻറ്റ് പാത്ത് കൂടിയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തത്. ഒരേ പോയിന്റിൽ നിന്ന്, അതായത് രണ്ടും 0 നിന്ന് 1 ഒരു കോണ്ടൂറാണ്. ആദ്യത്തേത് എന്തായിരുന്നു 0 നിന്ന് 1 ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ദെൻ 0 നിന്ന് 1 ഡയറക്റ്റ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. സെക്കൻഡ് എന്താണ്, ഈ 0 എന്നുള്ള പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ദെൻ അഗെയിൻ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ. വേറെ ഒരു പാത്താണ്. നമ്മൾ ഒന്ന് ഇങ്ങനെ വന്നു, ഒന്നിങ്ങനെ വന്നു, ഒന്ന് ഇങ്ങനെ വന്നു. രണ്ടും ഡിഫറെൻറ്റ് പാത്താണ്. രണ്ട് ഡിഫറെൻറ്റ് പാത്ത് കൂടെ പോയപ്പോഴും നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്, ഡിഫറെൻറ്റ് ആൻസേഴ്സാണ് ഇൻ്റഗ്രൽ വാല്യൂ കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദിസ് എക്സാമ്പിൾ ഷോസ് ദാറ്റ് കോംപ്ലെക്സ് ലൈൻ ഇൻ്റഗ്രൽ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദ പാത്ത്. ഇതിൽ രണ്ടെണ്ണത്തിനും എൻഡ് പോയിൻറ്റ്സ് ഓഫ് പാത്ത് എന്താണ്, സെയിം ആണ്, പക്ഷേ ഡിഫറെൻറ്റ് ഇൻ്റഗ്രൽ വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ എന്താണ്, എൻഡ് പോയിൻറ്റ്സിനെ മാത്രമല്ല ഇൻ്റഗ്രേഷൻ്റെ ലൈൻ ഇൻ്റഗ്രൽ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ബട്ട് ഓൾസോ ഓൺ ഇറ്റ്സ് ജോമെട്രിക് ഷേപ്പ്.